കണ്ടിന്മേൽ കത്താനാ വിളി. ചിലരോട് ദൂത് പറയാ, പക്ഷേ അറയ്ക്കകത്തായി നിരിക്കുന്നത്. അറ വീടിനെ കാണിക്കുന്നു, അറ ഇന്നർ ഏറിയെ കാണിക്കുന്നു. ഇന്നർ ഏറിയയിൽ ഏത് അറയ്ക്കകത്ത് കൊണ്ടിട്ടാലും നീയാകുന്ന വെളിച്ചം പുറത്തു വരും. ഇപ്പോഴത്തെ അറ വിഷയമല്ല, അറ പൊളിച്ച് ദൈവം കൊണ്ടുവരും. പക്ഷെ അറയ്ക്ക് സമാനമായി 4 ചുറ്റുപാട് ഒന്നും കാണാതിരിക്കുമ്പോഴും കർത്താവ് ഇതിൻ്റെ പുറകിലും അങ്ങക്കൊരു പദ്ധതിയുണ്ട്, സകലതും നന്മയ്ക്കായി അങ്ങ് തീർക്കുമെന്ന് പറയാൻ തയ്യാറാണോ? അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ പോരാ, അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ വിളിയുള്ള ചിലരോട് ദൂത് പറയുക. അനുഗ്രഹിക്കപ്പെട്ട മതിയെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. എന്നാൽ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആയിത്തീരുവാൻ ഇങ്ങനൊരു മനോഭാവം നിന്റെ അകത്തുണ്ടാകാൻ പ്രാർത്ഥിക്കാം. സീസൺ ദൈവം തുറക്കും, സീസണ് ദൈവം തുറക്കും. ശത്രുവിന് അടച്ചു വെക്കാൻ കഴിയാത്ത സീസൺ, ശത്രുവിന് എതിർത്തു പറയാൻ കഴിയാത്ത സീസൺ, ജ്യേഷ്ഠന്മാർക്ക് ബന്ധിക്കാൻ കഴിയാത്തൊരു സീസൺ, അവർക്കൂടെ അനുഗ്രഹമാകുന്നൊരു സീസൺ ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോവാ. നിന്റെ വാഗ്ദത്തം വലുതാണോ, പ്രോസസ്സിംഗ് പീരീഡും വലുതായിരിക്കും. നിന്റെ വാഗ്ദത്തം ചെറുതാണോ, പ്രോസസ്സിംഗ് പീരീഡും ചെറുതായിരിക്കും. നിന്നെ ഉറപ്പിക്കാൻ ചിലപ്പം ദൈവം ചില കാര്യങ്ങൾ അടയാളം പോലെ കാണിക്കാം. പക്ഷെ ചില സമയത്ത് ദൈവം സൈലന്റ് ആകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഓടിപ്പോകരുത്, തുടരണം. പ്രാർത്ഥനയിൽ തുടരണം, നിന്നെ വിളിച്ച സ്ഥലത്ത് തുടരണം.